കഴിഞ്ഞ 5 വർഷക്കാലം വി.ഡി. സതീശൻ നട്ടുനനച്ചു വളർത്തിയ മാവിലെ കസ്തൂരി മാമ്പഴമാണ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വന്ന് മാവിൻ ചുവട്ടിൽ 2 തൊട്ടി വെള്ളമൊഴിച്ച കെ.സി. വേണുഗോപാൽ കൊത്തിക്കൊണ്ടുപോകാൻ നോക്കുന്നത്. ഗ്രൗണ്ടിൽ വിയർത്തു കളിച്ചവൻ, ടീമിനെ ആകെ നയിച്ചവൻ നോക്കി നിൽക്കുമ്പോൾ ടൂർണമെന്റ് തുടങ്ങുന്നതിന് തലേ ദിവസം ടീമിൽ എത്തിയയാൾ ചാമ്പ്യൻഷിപ്പിന്റെ ട്രോഫി ഏറ്റുവാങ്ങുന്നു എന്ന് പറഞ്ഞ അവസ്ഥ. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ IPL ടൂർണമെന്റ് നടക്കുകയാണല്ലോ. ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിൽ ഈ സീസണിലാണ് സഞ്ജു സാംസൺ കളിക്കാനെത്തുന്നത്. സഞ്ജു നന്നായി കളിക്കുന്നുണ്ട്, സെഞ്ചുറി അടിച്ച റെക്കോർഡ് സൃഷ്ടിച്ചു, ടീമിന് വലിയ വിജയങ്ങൾ സമ്മാനിക്കുന്നതിൽ നിർണായക സ്കോററായി എന്നതൊക്കെ ശരി തന്നെ. പക്ഷേ ടീമിനെ ആകെ നയിച്ചതും ഏകോപിപ്പിച്ചതും ഒപ്പം കളിച്ചതുമെല്ലാം നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് ആകുമ്പോൾ ചെന്നൈ ചാമ്പ്യന്മാരായാൽ സഞ്ജു സാംസൺ ട്രോഫി താൻ ഏറ്റുവാങ്ങും എന്ന് പറയുന്നത് പോലൊരു പോഴത്തമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരവും കിട്ടിയപ്പോൾ കെ.സി. വേണുഗോപാൽ കാണിക്കുന്നതും രമേശ് ചെന്നിത്തല ആഗ്രഹിക്കുന്നതും. നായകൻ അത് വി.ഡിക്ക് തന്നെ അവകാശപ്പെട്ടതാണ്. ഗ്രൗണ്ടിന്റെ പൾസറിഞ്ഞ് കളിച്ച 1-ാം തരം ക്യാപ്റ്റനുള്ള ട്രോഫി. കോൺഗ്രസ് നേതൃത്വത്തോട് പറയാനുള്ളത്, കൊതിച്ചതിലും വലിയ മാൻഡേറ്റ് നൽകിയ ജനത്തെ കൊഞ്ഞനം കുത്തി പരിഹസിക്കരുത് ഇത്തരം തെരുവ് ചൂതാട്ടത്തിലൂടെ. ചരിത്ര വിജയം നേടിയ UDF നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കാണിക്കുന്നത് എന്താണ്? മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 പേരുകൾ ഉയർത്തിക്കാട്ടി വിവാദമുണ്ടാക്കുന്നു, തെരുവിൽ തല്ലുന്നു. അധികാരം എന്ന മാൻഡേറ്റ് നൽകിയ ജനമോ അത് നോക്കി ഇളഭ്യരായി നിൽക്കുന്നു. ഇതിനാണോ ഇവർക്ക് അധികാരം നൽകിയത് എന്ന മട്ടിൽ വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി മോഹികളുടെ പേരുകളാണ്. എന്ത് തഴമ്പിന്റെ മേന്മ പറഞ്ഞാലും മുഖ്യമന്ത്രിയാകാൻ അർഹതയും യോഗ്യതയും വി.ഡി. സതീശന് തന്നെയാണ് എന്ന് അറിയാത്തവരല്ല കോൺഗ്രസ് നേതൃത്വം. ജനത്തിന്റെ ആ പൊതുവികാരം മനസ്സിലാക്കാത്തവരുമല്ല. പക്ഷേ പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരുന്ന തഴമ്പിന് മുന്നിൽ അർഹതയ്ക്കും യോഗ്യതയ്ക്കും എന്ത് വിലയാണ് കോൺഗ്രസിനുള്ളത്? പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ, ദേശീയ നേതാക്കൾ എന്നീ നിലകളിൽ സ്വന്തം റോളുകളിൽ ഭംഗിയായി നിർവഹിച്ചവർ തന്നെയാണ് കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും. പക്ഷേ വി.ഡി. സതീശൻ എന്ന നേതാവിന്റെ ആസൂത്രണവും ടീം വർക്കും തന്ത്രങ്ങളും തന്നെയാണ് UDFന് ഈ ചരിത്ര വിജയം സമ്മാനിച്ചത്. കെ.സിയും ആർ.സിയും വിജയത്തിൽ പങ്കുവഹിച്ചവരാണ് എങ്കിൽ അവർ മാത്രമല്ല, ഇന്നാട്ടിലെ ലക്ഷക്കണക്കിന് UDF പ്രവർത്തകരും UDF വിജയത്തിനായി പണിയെടുത്തവരാണ്. അവരും വിജയത്തിൽ പങ്കാളികളല്ലേ എന്ന ചോദ്യം വരും. പക്ഷേ അവയ്ക്കെല്ലാം മുകളിലാണ് കഴിഞ്ഞ 5 വർഷം സതീശൻ മുന്നണിയെയും പാർട്ടിയെയും നയിച്ചതും തെരഞ്ഞെടുപ്പ് ആസൂത്രണം ചെയ്തതും ടീമിനെ ഒത്തൊരുമയോടെ മുന്നോട്ട് കൊണ്ടുപോയതും. ഇതിനെല്ലാം ഉപരി തെരഞ്ഞെടുപ്പിന്റെ ഗ്രൗണ്ട് റിയാലിറ്റിയെ കുറിച്ച് ഒരു സംശയവുമില്ലാതിരുന്ന ആളാണ് സതീശൻ. അയാൾ പ്രവചിച്ചത് അതുപോലെ നടന്നിട്ടുമുണ്ട്. സ്വന്തം ജില്ലയായ എറണാകുളത്തും പിന്നെ മലപ്പുറത്തും മുഴുവൻ സീറ്റും തൂത്തുവാരുമെന്ന് പ്രവചിച്ചതും 100 സീറ്റിൽ അധികം നേടിയാകും UDF അധികാരത്തിൽ എത്തുക എന്ന പ്രവചനവും കാണിച്ചു തരുന്നത് സതീശൻ എന്ന തന്ത്രജ്ഞനായ രാഷ്ട്രീയക്കാരന്റെ കനിഷ്ഠതയാണ്. മലപ്പുറത്ത് 16-ൽ 16ഉം എറണാകുളത്ത് 14-ൽ 14ഉം തൂത്തുവാരിയാണ് UDF സതീഷിന്റെ പ്രവചനം അന്വർത്ഥമാക്കിയത്. 1 ഡസൻ മന്ത്രിമാർ തോൽക്കുമെന്ന സതീഷിന്റെ പ്രവചനത്തിന്റെ കണിഷ്ഠത നോക്കൂ. എത്രത്തോളം അക്യുറേറ്റ് ആണത്? ഗ്രൗണ്ടിന്റെ പൾസറിയുന്ന ഒരു നായകനല്ലാതെ മറ്റാർക്ക് പറയാൻ കഴിയും ഇത്ര കൃത്യമായി? മറ്റൊന്ന് ജനവികാരവും ജനപ്രീതിയുമാണ്. കേരളത്തിന്റെ പൊതുജനവികാരം VDS മുഖ്യമന്ത്രിയാകണം എന്ന് തന്നെയാണ്. ജനപ്രീതിയിലും മുന്നിൽ വി.ഡി. സതീശൻ തന്നെ. ഇതെല്ലാം മറികടന്ന് ഹൈക്കമാൻഡ് സ്വന്തം തീരുമാനം അടിച്ചേൽപ്പിച്ചാൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും സംഭവിച്ചത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ടി വരും. രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിനെ വെട്ടി അശോക് ഗെഹ്ലോട്ടിനെ വാഴിച്ച ചരിത്രവും മധ്യപ്രദേശിലെ പരാജയ ചരിത്രവും കേരളത്തിലും ആവർത്തിക്കാനാണോ ഹൈക്കമാൻഡ് നീക്കമെന്ന ചോദ്യവും ശക്തമാണ്. ഒത്തുതീർപ്പ് രാഷ്ട്രീയം കളിക്കാനാണ് ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത് എങ്കിൽ അത് കോൺഗ്രസിന്റെ അന്ത്യകൂദാശയാകും. അതുകൊണ്ട് ഒത്തുതീർപ്പ് മുഖ്യമന്ത്രി ഇല്ലാതിരിക്കുക, പപ്പാതി പങ്കുവെക്കുന്ന മുഖ്യമന്ത്രിയും ഇല്ലാതിരിക്കുക. പകരം വി.ഡി. സതീശൻ തന്നെ നയിക്കട്ടെ ഇനിയുള്ള 5 കൊല്ലക്കാലം എന്ന തീരുമാനം എടുക്കണം. കെ.സി. വേണുഗോപാൽ എന്ന രാഷ്ട്രീയ തന്ത്രശാലിയുടെ കളി ബുദ്ധിപരമായിരുന്നു. AICC സംഘടനകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിലുള്ള രാഹുൽ ഗാന്ധിയുമായുള്ള അടുപ്പം എന്നിവയെല്ലാം മുതലെടുത്ത് പരമാവധി ഉപയോഗപ്പെടുത്തി കൈ നനയാതെ മുഖ്യമന്ത്രി പദം നേടിയെടുക്കുക. അതായിരുന്നു കെ.സിയുടെ നീക്കം. പക്ഷേ അതിന് തടസ്സമായത് ജനവികാരവും സതീഷിന്റെ ജനസമ്മതിയുമാണ്. ജയിച്ചാൽ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന കെ. സുധാകരൻ അടക്കമുള്ള നേതാക്കളെ MP-മാർ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞ് മത്സരിപ്പിക്കാതെ തടയിട്ടു. ജയിച്ചപ്പോൾ ഹൈക്കമാൻഡിലുള്ള സ്വാധീനവും രാഹുൽ ഗാന്ധിയോടുള്ള അടുപ്പവും പരമാവധി ഉപയോഗപ്പെടുത്തി. ഇതായിരുന്നു കെ.സിയുടെ തന്ത്രങ്ങൾ. പക്ഷേ MP-മാർ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞ തന്റെ തന്നെ പഴയ വാക്കുകൾ കെ.സി വിഴുങ്ങി.
ഏതെങ്കിലും ഒരു വ്യക്തിയെ മുഖ്യമന്ത്രിയായി ഉയർത്തി കാണിച്ചല്ല കോൺഗ്രസിനെയും UDF-നെയും ജനങ്ങൾ നെഞ്ചോട് ചേർത്തത് എന്ന ന്യായമാണ് സതീശന്റെ മുഖ്യമന്ത്രി മോഹത്തിന് തടയിടാൻ KC വേണുഗോപാൽ ഉയർത്തുന്നത്. ഭരണപരിചയവും സംഘടനാ വൈഭവവും പാർട്ടിയെയും മുന്നണിയെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവും തന്റെ കാര്യത്തിൽ പരിഗണിക്കണമെന്നും വേണുഗോപാൽ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കണക്കിലെടുത്ത് KCയെ മുഖ്യമന്ത്രിയാക്കിയാൽ തന്നെ കാത്തിരിക്കുന്നത് എന്തായിരിക്കും? മുഖ്യമന്ത്രിയാകുന്ന KC 6 മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് നേരിട്ട് MLA ആകണം. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ തന്നെ ഇരിക്കൂറുകാർ എങ്ങനെ പ്രതികരിക്കും? അതുമല്ല, കോൺഗ്രസുകാർ തന്നെ തിരിഞ്ഞു കുത്തില്ല എന്ന് ആര് കണ്ടു? ഫലത്തിൽ ഇരിക്കൂറിൽ CPM-ന് ഒരു MLA കിട്ടും. മാത്രമോ, ആലപ്പുഴ MP സ്ഥാനം രാജിവെച്ചാണ് ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടത്. അങ്ങനെ വരുമ്പോൾ ആലപ്പുഴയിൽ BJP ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് കേന്ദ്രമന്ത്രിയാക്കിയെന്നും വരും. ഫലത്തിൽ KCയുടെ മുഖ്യമന്ത്രി മോഹം കൊണ്ട് സംഭവിക്കാനിരിക്കുന്നത് CPM-ന് ഒരു MLA, BJPക്ക് ഒരു MP. ഇത് കോൺഗ്രസ് നേതൃത്വം മുൻകൂട്ടി കാണാതെ പോയാൽ നഷ്ടം കോൺഗ്രസിന് തന്നെയാകും. മാത്രമല്ല, ഉടൻ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം ഒരുക്കുന്നത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാകുമെന്ന അഭിപ്രായം കക്ഷി നേതാക്കളും പങ്കുവച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയാകാനില്ല എന്ന് KC വേണുഗോപാൽ തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് പറയുന്ന വാക്കുകൾ കൂടി സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടിച്ചു വെച്ചുള്ള KC വിരുദ്ധ ക്യാമ്പയിന് നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നും വേണുഗോപാൽ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാകുമെന്നും രമേശ് ചെന്നിത്തലയും VD സതീശനും മുഖ്യമന്ത്രിമാരാകാൻ ആഗ്രഹിച്ചാൽ തെറ്റു പറയാൻ ഒക്കില്ല എന്നൊക്കെ പറഞ്ഞ KC തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ MP സ്ഥാനം വരെ രാജിവെക്കാൻ തയ്യാറായിരിക്കുന്നത്. ആ KCയാണ് MLA-മാരുടെ തലയെണ്ണി പിന്തുണ കണക്ക് തുലനമൊപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോർക്കുമ്പോൾ ഗതികേടോർത്ത് ചിരിക്കുകയല്ലാതെ എന്ത് ചെയ്യും? മുഖ്യമന്ത്രി പദത്തിനായി MLA-മാരുടെ തലയെണ്ണി കണക്ക് നിരത്തുകയാണ് സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും. മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് പോലും താനില്ല എന്ന നിലപാട് സതീശൻ തന്റെ അടുപ്പക്കാരോട് പറഞ്ഞിട്ടുണ്ടത്രേ. എന്നാൽ പാർട്ടി നേതൃത്വത്തിന് മുന്നിലോ ഹൈക്കമാൻഡിൽ നിന്നെത്തിയ നിരീക്ഷകർക്ക് മുന്നിലോ ഇത്തരം നിലപാട് സതീശൻ സ്വീകരിച്ചിട്ടില്ല. 2 വട്ടം തുടരെ തോറ്റ മുന്നണിക്ക് ഇത്ര മികച്ച വിജയം നേടിയെടുത്തത് തന്റെ നേതൃത്വത്തിലാണ് എന്ന് സതീശൻ നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. അതൊരു വസ്തുതയാണ് താനും. സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത ശേഷം ഒരു തെരഞ്ഞെടുപ്പും UDF തോറ്റില്ല എന്ന് മാത്രമല്ല, LDF-ന്റെ കയ്യിലായിരുന്ന നിലമ്പൂർ തിരിച്ചു പിടിച്ചതും സതീശന്റെ നേട്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ UDF-ന്റെ തോൽവി പ്രത്യേക സാഹചര്യത്തിലായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ താൻ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് എന്നും അന്ന് തുടരാൻ അവസരം തന്നിരുന്നുവെങ്കിൽ ഇന്ന് തന്റെ സ്വാഭാവിക അവസരമാകുമായിരുന്നുവെന്നുമാണ് ചെന്നിത്തല നേതൃത്വത്തോട് പറഞ്ഞത്. KC ആകട്ടെ നിരീക്ഷകരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് എത്തിയതുമില്ല. പിന്തുണയുണ്ട് എന്ന് ഉറപ്പുള്ള MLA-മാരുടെ തലയെണ്ണി കണക്ക് നിരത്തുകയാണ് KCയും RCയും VD-യും. 63 കോൺഗ്രസ് സാമാജികരിൽ ഭൂരിപക്ഷത്തിന്റെയും പിന്തുണ തങ്ങൾക്കാണ് എന്ന് KC വേണുഗോപാൽ പക്ഷവും VD സതീശൻ പക്ഷവും അവകാശപ്പെടുന്നുണ്ട്. 25 പേരുടെ പിന്തുണയാണ് രമേശ് ചെന്നിത്തലയുടെ അവകാശവാദം. പക്ഷേ ഘടകകക്ഷികളുടെ പിന്തുണ സതീശനാണ്. ഘടകകക്ഷികളെ ഓരോരുത്തരെയും ഒറ്റക്കൊറ്റയ്ക്കായാണ് ഹൈക്കമാൻഡ് നിരീക്ഷകരെ കണ്ടത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുന്നണിയെ ആത്മവിശ്വാസത്തോടെ നയിക്കാൻ VD സതീശന് കഴിഞ്ഞുവെന്നാണ് ഘടകകക്ഷികളുടെ പൊതു അഭിപ്രായം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയായ സതീശൻ തന്നെ എത്തണമെന്ന പൊതുവികാരം ഉണ്ടെന്നും ഘടകകക്ഷികൾ ധരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയായി സതീശന് മാത്രമേ തീരുമാനിക്കാവൂ എന്ന കടുംപിടുത്തം ഘടകകക്ഷി നേതാക്കൾക്ക് ഇല്ലതാനും. മുഖ്യമന്ത്രിയായി ആര് വരണമെന്നാണ് MLA-മാരും കക്ഷി നേതാക്കളും ആഗ്രഹിക്കുന്നത്. അതിന്റെ കാരണം എന്ത്? ഈ 2 ചോദ്യങ്ങളായിരുന്നു ഹിതപരിശോധനയിൽ ഹൈക്കമാൻഡ് നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ചോദിച്ചത്. ഓരോരുത്തർക്കും ഓരോ പേരുകൾ നിർദ്ദേശിക്കാനുണ്ടായിരുന്നു. അതിനുള്ള കാരണവും. പക്ഷേ കുറച്ചുപേർ, വിരലിൽ എണ്ണാവുന്ന കുറച്ചു നേതാക്കൾ ഇക്കാര്യത്തിൽ ഒരാളുടെയും പേര് പറയാതെ നിഷ്പക്ഷത പാലിച്ചു. ഒരു വശത്തെ കോൺഗ്രസ് സ്ഥാനങ്ങൾക്കായി തെരുവിലടിക്കുമ്പോൾ മറുവശത്തെ തെറ്റിദ്ധരുത്തി തിരിച്ചു വരാനുള്ള ഒരുക്കത്തിലാണ് CPM. അടുത്ത 5 വർഷം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിന് ഇപ്പോഴേ CPM ഒരുക്കം തുടങ്ങിയിട്ടുണ്ട്. തോൽവിയുടെ കാരണങ്ങൾ പഠിച്ചു തിരുത്തി തിരിച്ചു വരുമെന്നാണ് കഴിഞ്ഞ ദിവസവും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചത്. പാർട്ടി പ്രവർത്തകരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും പ്രതികരണങ്ങൾ ആരാഞ്ഞ് വിപുലമായ നീക്കമാണ് CPM നടത്തുന്നത്. 3 ദിവസത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഫേസ്ബുക്കിൽ പ്രതികരണം നടത്തിയ പിണറായി വിജയനും പറഞ്ഞത് ജനാധിപത്യപരമായ തുറന്ന പരിശോധന ഉണ്ടാകുമെന്നാണ്. തിരുത്തൽ സന്നദ്ധത CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രകടിപ്പിച്ചു. ഫലം വന്ന ഉടനെയുള്ള M സ്വരാജ് അടക്കമുള്ളവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നേർ വിപരീതമാണ് ഉന്നത നേതാക്കളുടെ ഈ പ്രതികരണങ്ങൾ. ഇവയെ മറികടന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തെറ്റിദ്ധരുത്താനുള്ള തിരിച്ചറിവിലേക്ക് ഇടതുമുന്നണിയും പാർട്ടികളും എത്തിയത് സ്വാഗതാർഹമാണ്. പക്ഷേ ഈ വിമർശനങ്ങളൊന്നും കേൾക്കാനോ തിരുത്താനോ ഉള്ള സൗമനസ്യം ഭരണകാലയളവിൽ സർക്കാരോ പാർട്ടിയോ നടത്താതിരുന്നത് തന്നെയാണ് ഇത്രയും വലിയ തോൽവിയിലേക്ക് പാർട്ടി എത്തിച്ചത്. അതറിഞ്ഞ് തെറ്റിദ്ധരുത്താനുള്ള മനസ്സ് അഭിനന്ദനാർഹം തന്നെയാണ്. ഇടതുപക്ഷം നാട്ടിൽ നിലനിൽക്കണമെന്ന പ്രതിയോഗികളുടെ പോലും ആഗ്രഹത്തിന്റെ പ്രതിഫലനമായി അത് പാർട്ടിക്കൊരു തിരിച്ചറിവിനുള്ള അവസരമാക്കിയെന്ന് ഈ തോൽവിയെ വിവക്ഷിക്കാം.